നമസ്കാരം. വിഷു ദിവസത്തിൽ കണി കാണുന്നത് ഒരു ആചാരം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വരട്ടെ എന്നുള്ള പ്രാർത്ഥനയുമാണ്. അതുകൊണ്ടാണ് കണിയൊരുക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണമെന്ന് ഞാൻ പറയുന്നത്. പലരും അറിയാതെ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകൾ പോലും വലിയ ദോഷങ്ങൾക്ക് കാരണമാകാറുണ്ട്. അതിലൊന്നാമത് കണിയിൽ വെക്കുന്ന കണ്ണാടിയാണ്. പൊട്ടിയതോ മങ്ങിയതോ പുള്ളിക്കുത്ത് വന്നതോ ആയ കണ്ണാടി ഒരിക്കലും വെക്കരുത്. അത് ജീവിതത്തിൽ ഗതിമുടക്കും എന്ന് വിശ്വസിക്കുന്നു. നല്ലതും വൃത്തിയുള്ളതുമായ കണ്ണാടി മാത്രമേ വെക്കാവൂ. അതുപോലെ രാവിലെ കണി കണ്ടതിന് ശേഷം വീട്ടിന്റെ മുന്നിൽ കാണുന്ന വസ്തുക്കൾക്കും പ്രാധാന്യമുണ്ട്. കാലിപാത്രം, വിറകുകൊള്ളി, പൊട്ടിയ ചെടിച്ചട്ടി എന്നിവ മുൻവശത്ത് കാണുന്നത് ശകുനദോഷമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ മുൻവശം വൃത്തിയായി സൂക്ഷിക്കുക. കണിയിൽ വെക്കുന്ന പഴവർഗ്ഗങ്ങളും ശ്രദ്ധിക്കണം. കറുത്തുപോയതോ കേടായതോ ആയ പഴങ്ങൾ ഒരിക്കലും വെക്കരുത്. നല്ല നിറമുള്ള പുതുമയുള്ള പഴങ്ങൾ മാത്രമേ വെക്കാവൂ. നാണയം വെക്കുമ്പോൾ അതും ശുദ്ധിയോടെ വേണം. പലരുടെ കൈമാറി വരുന്ന നാണയം തുളസി തീർത്ഥത്തിലോ ഉപ്പുവെള്ളത്തിലോ കഴുകി വെക്കുന്നതാണ് ഉചിതം. കണി കാണുന്നിടത്തോ അതിലേക്കുള്ള വഴിയിലോ മാറാലുണ്ടാകാൻ പാടില്ല. മാറാലുണ്ടെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കുറയും എന്നാണ് വിശ്വാസം. അതുപോലെ കയ്പുള്ള വസ്തുക്കൾ, പാവയ്ക്ക, സവാള എന്നിവ കണിയിൽ വെക്കരുത്. ഇവ ദോഷകരമായി കണക്കാക്കപ്പെടുന്നു. പൂജാമുറിയിൽ പൊട്ടിയ വിഗ്രഹങ്ങളോ കീറിയ ചിത്രങ്ങളോ ഉണ്ടെങ്കിൽ അവയും ഒഴിവാക്കണം. ധാന്യം വെക്കുമ്പോൾ അരി സമൃദ്ധിയായി നിറച്ച് കാണുന്ന രീതിയിൽ വേണം വെക്കാൻ. മറച്ചു വെക്കുന്നത് ഐശ്വര്യക്കുറവിന് കാരണമാകും. നിലവിളക്കും ഭഗവാന്റെ വിഗ്രഹവും ഒരിക്കലും വെറും നിലത്ത് വെക്കരുത്. ഒരു പീഠമോ പായയോ തുണിയോ വിരിച്ച് അതിൻ്റെ മുകളിൽ ആദരത്തോടെ വെക്കണം. അവസാനമായി, കണി കാണുന്നിടത്ത് കരിഞ്ഞ ഇലകളും ഉണങ്ങിയ പൂക്കളും ഉണ്ടാകരുത്. അവ ഐശ്വര്യക്കേടിന് കാരണമാകും. എപ്പോഴും വൃത്തിയും പ്രകാശവും നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ വിഷു നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരും. ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിഷു ആശംസകൾ.